ഷോട്ട് ആയിരുന്നല്ലേ? രംഗില പോലും താഴെ വീണു. രംഗിലോ, നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല രുദ്ര. എടാ വരുൺ, മായരയുടെ ബോൾ നീ അടിച്ചു തെറിപ്പിച്ചത് വലിയ കാര്യമൊന്നും അല്ല. എന്റെ ബോൾ നീ ഇതുപോലെ അടിച്ചു കാണിക്കേ, അപ്പൊ സമ്മതിക്കാം. വാ വാ, ഇത് കണ്ടൊന്നും ഞാൻ പേടിക്കില്ല. എല്ലാരും ഞെട്ടിപ്പിക്കുന്ന പോലെ ഞാൻ 6 അടിക്കാൻ പോവാണ്. രംഗീല, ബോളൊന്ന് എറിയ. രംഗീല, ബോൾ കൊണ്ടാണ് വിക്കറ്റ് അടിക്കേണ്ടത്, അല്ലാതെ തല കൊണ്ടല്ല. അതൊന്നും വലിയ പ്രശ്നമല്ലെന്നേ. ഇപ്രാവശ്യം എനിക്കൊരു ചെറിയ തെറ്റുപറ്റി പോയതാ. ഇനി നോക്കിക്കോ, ബോൾ എന്റെ കൈവിട്ട് പോകാൻ വേണ്ടിട്ട് ഞാനൊരല്പം മാജിക് യൂസ് ചെയ്യാൻ പോവാ. അന്തർ മന്തർ കാലിക്കൽ അന്തർ ബോൾ ബൂം. ഓഹോ, ഞാനിപ്പോ ഏതിലാ ഹിറ്റ് ചെയ്യേണ്ടത്? ട്രെയിലോ ബോളിലോ? ഇതൊക്കെ ചീറ്റിംഗ് ആണ്. വരുൺ, നീ ഔട്ടായി പോയി. ഇനി ബാറ്റ് ചെയ്യാൻ പോകുന്നത് ഞാനാ. ഞാൻ ബോളും ചെയ്യും. അന്തർ മന്തർ കാലിക്കൽ അന്തർ ബോൾ രുദ്ര, ഞാൻ എങ്ങോട്ടാ ഷോട്ട് അടിക്കണ്ടേ? അങ്ങോട്ട്. ചേട്ടാ, ഇതെന്ത് ക്രിക്കറ്റാ? എല്ലാരും കൂടി എന്നെ ചീറ്റിംഗ് ചെയ്യാണോ? രുദ്ര, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. വൈകിട്ട് തിരിച്ചു വരും. ബൈ. ഓക്കെ മുത്തശ്ശ, ബൈ. ബൈ മുത്തശ്ശ. വരൂ കുട്ടികളെ, ലഞ്ച് റെഡി. ശരി, മുത്തശ്ശൻ ആഹാരം കഴിച്ചോ? അദ്ദേഹം കഴിച്ചു. അദ്ദേഹത്തിന് മജീഷ്യൻസ് കോർട്ടിലേക്ക് പോണം. ഇന്ന് കോർട്ടിൽ കേജ് മജീഷ്യന്റെ കേസാണ്. ഓ, മുത്തശ്ശൻ ആ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ഒപ്പം പോയേനല്ലോ. മജീഷ്യൻ കോർട്ടിൽ എന്തൊക്കെ നടക്കുന്നത് എനിക്കൊന്ന് കാണണമായിരുന്നു. ജയസിംഗ്, താൻ എവിടെയാ ഉള്ളത്? കോർട്ടിന്റെ ഹിയറിംഗ് തുടങ്ങാൻ കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. അറിയാമല്ലോ, നിങ്ങളുടെ വിറ്റ്നസ് ഇല്ലാതെ കേജ് മജീഷ്യനെ ശിക്ഷിക്കുന്നത് നടക്കാത്ത കാര്യമാണ്. കാരണം അവൻ ചെയ്ത കുറ്റത്തിന് നീ മാത്രമാണ് ഒരു ഐ വിറ്റ്നസ്. സർ മെജസ്റ്റിക്കോ, ഇപ്പൊ ഞാൻ ഗോൾഡൻ മൗണ്ടൻ ക്രോസ് ചെയ്ത് വരികയാണ്. താങ്ക് യു ജയ്സിംഗ്. തന്റെ ലൊക്കേഷൻ പറഞ്ഞത് വളരെ നന്നായി. ഇനി കോർട്ടിലേക്ക് സാക്ഷി പറയാൻ നിനക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. പുറകിലേക്ക് നോക്ക്. കേജ് മജീഷ്യനെ കോർട്ടിൽ പ്രസന്റ് ചെയ്യൂ. സർ മെജസ്റ്റിക്കോ,
കോടതി തുടങ്ങുവാനുള്ള സമയമായിരിക്കുന്നു. ക്രോസ് വിസ്താരണ തുടങ്ങാമോ? ജയ്സിംഗ് ചൗഹാൻ ഇനിയും വന്നിട്ടില്ല. അദ്ദേഹം ഈ കേസിലെ ഒരു ഇമ്പോർട്ടന്റ് വിറ്റ്നസ് ആണ്. സാർ മെജസ്റ്റിക്കോ, നിങ്ങൾ അനുവദിച്ചാൽ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു. മാജിക്കൽ കോർട്ടിന്റെ രൂപം വെച്ച് നോക്കുമ്പോൾ നമ്മൾ കോടതിയുടെ ഇന്റർലൊക്കേഷൻ ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതെ, അതെനിക്കറിയാം. പക്ഷെ ഇനിയും 1 മിനിറ്റ് സമയമുണ്ട്. നിന്നെ ആർക്കും രക്ഷിക്കാനാവില്ല. ആരങ്ങനെ പറഞ്ഞത്? മുത്തശ്ശ, നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ? രുദ്ര, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? മുത്തശ്ശ എന്നോട് ചെല്ലി പറഞ്ഞു നിങ്ങൾ മജിഷ്യൻ കോർട്ടിലേക്ക് പോവാണെന്ന്. എനിക്കതൊന്ന് കാണണമെന്ന് തോന്നി. രുദ്ര, Ibaiska, Sakum, Pushtu, go! സർ മെജസ്റ്റിക്കോ, 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഒരു വിറ്റ്നസ് പോലും വന്നിട്ടില്ല. അതുകൊണ്ട് കേജ് മജീഷ്യനെ നമുക്കങ്ങ് വിട്ടേക്കാം. കേജ് മജീഷ്യനെതിരായിട്ട് ഇതുവരെ ഒരു എവിഡൻസും ഐ വിറ്റ്നസും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ കോർട്ട് അദ്ദേഹത്തിന് ഈ കേസിൽ നിന്നും എവിഡൻസ് ഉണ്ട്. സർ മെജസ്റ്റിക്കോ, ഐ വിറ്റ്നസ് ഉണ്ട്. സർ മെജസ്റ്റിക്കോ, ഈ കേസിലെ ഒരൊറ്റ ഐ വിറ്റ്നസ് ഞാനാണ്. കേജ് മജീഷ്യൻ ഒരു സാധാരണ മനുഷ്യന് മാജിക് വെച്ച് അവന്റെ ഭൂമി കൈക്കലാക്കി. ശരിക്കും പറഞ്ഞ് അപഹരിക്കുകയായിരുന്നു. എന്നിട്ട് ആ ഭൂമി അവൻ അവന്റെ മകന് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ആ സ്ഥലത്ത് മനോഹരമായ പൂക്കൾ പൂക്കുമായിരുന്നു. അത് അവന്റെ മകന് വളരെ ഇഷ്ടവുമായിരുന്നു. സാർ മജസ്റ്റിക്കോ, എന്നെ വെറുതെ കൊടുക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജയ്സിംഗിനെ എങ്ങനെ എന്റെ മോനെ കോർട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും? അയാൾ എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് സമാധാനിക്കേ. അവൻ നിന്റെ മകനല്ല. ജയ്സിംഗിന്റെ പേരക്കുട്ടി രുദ്രയാണ്. ഞങ്ങൾക്ക് പലർക്കും ഈ കുട്ടിയെ നല്ലവണ്ണം അറിയാം. സാർ മജസ്റ്റിക്കോ, എന്നെ ഇവര് പറ്റിക്കുകയാണ്. ഒരിക്കലും ഞാൻ അത് സമ്മതിക്കില്ല. ജയ്സിംഗ് എന്റെ മോന്റെ രൂപം മാറ്റി അവനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഒന്നും മനസ്സിലാവുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും അഭ്യാസം കാണിച്ചാൽ രുദ്രയുടെ കഥ ഞാൻ ഒറ്റ സെക്കൻഡിൽ ഇല്ലാതാക്കി കളയും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. കേജ് മജീഷ്യൻ, രുദ്രയെ വിട്ടേക്കോ. കോർട്ട് മജീഷ്യൻ പോലീസിന് ഓർഡർ കൊടുക്കുകയാണ്. കേജ് മജീഷ്യനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. കണ്ടില്ലേ, ബോള് 6 ആണ്. ഓ, അത് പുറത്തേക്ക് പോകുന്ന തോന്നുന്നത്. വേഗം അത് പിടിക്ക.
താങ്ക് യു താങ്ക് യു. ഇതൊക്കെ എനിക്ക് നിസ്സാര കാര്യമാണ്. ഒരു സിക്സും കൂടി. ആ ബോൾ ഞാൻ എടുത്തോണ്ട് വരാം. അന്തർ മന്തർ കാലികളന്തർ ചൂ. ചേടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. Oh no! മൈരാ, ദയവേത് മാജിക് ഒന്നും ചെയ്യല്ലേ. സോറി സോറി, എനിക്ക് തോന്നുന്നത് ബോൾ പോയ ഡയറക്ഷൻ ശരിയല്ലെന്നാ. എന്താ രുദ്ര, എന്തു പറ്റി? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ. ആ. കുട്ടികളെ, നിങ്ങളെല്ലാവരും ദേ ഈ സ്ഥലത്ത് കളിക്കണ്ട. കേജ് മജീഷ്യൻ ഏത് സമയത്തും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കലശത്തിന്റെ അകത്ത് ചെന്ന് കളിക്കേ. മുത്തശ്ശൻ, നമ്മൾ അവനെ പേടിച്ചിവിടെ പതുങ്ങിയിരിക്കുന്നതിനേക്കാളും കേജ് മജിഷ്യന്റെ മകനെ നമുക്ക് കണ്ടുപിടിക്കാം. അവനെ കാണാൻ കേജ് മജിഷ്യൻ തീർച്ചയായിട്ടും വരും. അപ്പൊ അവനെ പേടിക്കാലോ. ആ, വളരെ നല്ല ഐഡിയ ആണ് രുദ്ര. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. ഹായ് ചാൻ, ഹൗ ആർ യു? ഞങ്ങൾ നിന്റെ അച്ഛന്റെ ഫ്രണ്ട്സ് ആണ്. നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടോ? എന്റെ അച്ഛൻ ഇവിടെ ഇല്ല. കണ്ടിട്ട് കുറെ ദിവസമായി. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമോ? അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഞങ്ങൾ അയാളെ കൊണ്ടുവരാം. നിനക്ക് കാൻഡി വേണോ? കാൻഡിയോ? ഏ? ആ? ഓ. യേഹേ. അഹേഹേ. ആ, എനിക്ക് വേണം. കാൻഡി ക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇബായിസ്ക കാൻഡി കിങ് ട്രീ ക്രിയേറ്റോ. എനിക്കിത് കഴിക്കണം. യേയ്! ഇത് വേണം, അത് വേണം, അതും വേണം, എല്ലാം വേണം. എനിക്ക് എല്ലാം വേണം. ഏ? യേ! ആം ഞം 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 ഞം. കാൻഡി കാൻ എന്റെ ഫേവറേറ്റ് ആണ്. അതിലൊരു 4-5 ഞാനും കഴിക്കാൻ പോവാ. എനിക്കത് കുറച്ച് വേണം. ചേടാ, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. വേണ്ട വേണ്ട വേണ്ട, സോറി. അറിയാതൊരു തെറ്റ് പറ്റി പോയതാ. ഇനി ഞാൻ ഒരിക്കലും കാൻഡി കഴിക്കില്ല. കാൻഡി കഴിക്കാൻ പോയതിന് ഇത്ര വലിയ ശിക്ഷയോ? രക്ഷിക്കണേ. വേണ്ട വേണ്ട വേണ്ട, സോറി. ഇനി ഞാൻ കാൻഡി കഴിക്കില്ല. ഇല്ല ഇല്ല, ഞാനിങ്ങനെ ചെയ്യില്ല. സോറി സോറി. രക്ഷിക്കണേ. എങ്കിൽ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഈ കാൻഡി ട്രീയിലുള്ള കാൻഡി നീലിന് മാത്രമേ കഴിക്കാൻ പറ്റൂ. എനിക്കൊരു കാര്യം അറിയണം. നിങ്ങളല്ലേ പറഞ്ഞ എന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരുമെന്ന്. പ്രോമിസ് ചെയ്യ്. ഞങ്ങൾ നിന്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. പക്ക പ്രോമിസ്. ബൈ ബൈ. ആ. മക്കാവ് പാലസിൽ ഒരു കേജ് ഉണ്ടാകട്ടെ.
എന്താ ഇവിടെ സംഭവിച്ചത്? ഞാൻ പോയി നോക്കിയിട്ട് വരാം. കുട്ടികളെ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്. മുത്തശ്ശ, രുദ്ര, മുന്നോട്ട് പോകണ്ട. കേജ് മജീഷ്യൻ നമ്മുടെ പാലസിനെ ഒരു കേജാക്കി മാറ്റിയിരിക്കുകയാണ്. മുന്നോട്ട് പോയാൽ ഷോക്ക് അടിക്കും. ഹലോ ജയ്സിംഗ്, നിനക്ക് സുഖമാണല്ലോ? ജീവപര്യന്ത ശിക്ഷ എനിക്ക് വാങ്ങിച്ചു തരാൻ നീ ആഗ്രഹിച്ചു അല്ലേ? ഇപ്പൊ ഞാൻ നിന്നെ ജയിലിലിടാൻ പോവുകയാണ്. കേജ് മജീഷ്യൻ, നിന്റെ പ്രശ്നം എന്റെ കൂടെ ആണെങ്കിൽ എന്റെ കൂടെ യുദ്ധം ചെയ്യ്. പിള്ളേരെ വിട്ടേക്കോ, എന്റെ കൂടെ യുദ്ധം ചെയ്യേ. ഒരിക്കലുമില്ല, അതൊരിക്കലുമില്ല. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒറ്റയടിക്ക് ഹൗസ് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പാലസ് പൊക്ക്. ഞാൻ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് കൊണ്ടുപോവാ. ഗുഡ് മോർണിംഗ് എവ്രിബഡി. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ പുതിയ സ്ഥലം? ജയ്സിംഗ് ചൗഹാൻ, ഇനി ഈ ജന്മം മുഴുവനും നിങ്ങൾ ഇവിടെയാണ് കഴിയാൻ പോകുന്നത്. ഞാൻ പോകുന്നു സൺ സിറ്റി. നിന്റെ പാലസ് ഇല്ലാത്തതായ നിന്റെ സ്ഥലത്ത് എന്റേതായ ഒരു സിറ്റി ഞാൻ നിർമ്മിക്കും. അവിടെ ഞാൻ എന്റെ മകന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കും. കേജ് മജീഷ്യൻ, നിന്റെ ആഗ്രഹം ഒരിക്കലും സഫലമാവില്ല. നിനക്കെന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കൊള്ളാൻ ജയ്സിംഗ്, എന്റെ മാജിക് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലേ? നീ ശരിക്കും ഒരു നല്ല മെജിഷ്യൻ തന്നെയാണ്. പക്ഷേ ഡ്രാഗൺ വരട്ടെ. ചൂ. ജയ്സിംഗ്, പറ്റുമെങ്കിൽ നീ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കേ. പക്ഷെ നിനക്ക് എങ്ങനെ നിന്റെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റും? നീ എത്ര പ്രാവശ്യം ഈ ഡ്രാഗൻസിനോട് ഫൈറ്റ് ചെയ്താലും ശരി, എന്റെ ഈ ഡ്രാഗൻസ് വീണ്ടും വീണ്ടും അകത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരു പക്ഷേ അവരകത്തേക്ക് കയറി വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്.
ഇബൈസ്ക സക്കു പുഷ്ടിനോ. രുദ്ര, നീ വളരെ ധീരനാണ്. മുത്തശ്ശ എല്ലാരും രക്ഷിക്കാൻ വേണ്ടി ഞാൻ പുറത്തു പോയാലേ പറ്റൂ. പേടിക്കണ്ട മുത്തശ്ശൻ, വിഷമിക്കണ്ട, ഞാൻ അവന്മാരെ നോക്കിക്കോളാം. ടിമോഥേസിനെ വിളിക്കേ. രുദ്രയെ പിടിച്ചിട്ട് എന്റെ അടുത്തേക്ക് കൊണ്ടുവാ. കേജ് മജീഷ്യൻ, രുദ്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇതെന്താ സാധനം? ഏതാണ്ടൊരു വിരുന്നുകാരൻ പാലസിനകത്ത് എത്തിയെന്നാ തോന്നുന്നേ. ആ, 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 ആ. മുത്തശ്ശ, നിങ്ങൾ ഇവിടെ നോക്കിക്കോ. ശരി, പക്ഷെ സൂക്ഷിക്കണം കേട്ടോ. Ibaiska Sakum, Prisam Kureto. വട്ടം കറങ്ങി ഓടുന്ന സമയത്ത് എനിക്ക് വല്ലാതെ വിശക്കുന്നു. രംഗില, ഒന്ന് കഴിക്കാൻ നിങ്ങൾ തരുമോ? അല്ലെങ്കിൽ എനിക്ക് ഓടാൻ കഴിയില്ല. ഞാനിപ്പോ തന്നെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി തരാം. എന്നാ പിടിച്ച മൈര, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഷേക്ക് ചെയ്തോണ്ടിരിക്കെ. നല്ല അടിപൊളി അടിയായിരുന്നു. എനിക്ക് വല്ലാതെ വിശക്കുന്നു. രംഗില, എനിക്ക് ചിക്കൻ തന്തൂരി വേണം. ഇപ്പൊ ഉണ്ടാക്കി തരാം. എന്നാ പിടിച്ചോ. ഏ ഡ്രാഗൺ, ദേ ഇവിടെ. ഡ്രാഗൺ എവിടെ പോയി? എന്താ ആലോചിക്കുന്നേ? ഇനിയും ചിക്കൻ വേണോ? എന്താ തരട്ടെ?
എന്താ നിങ്ങൾ ഈ പറയുന്നേ? എന്താ വേണ്ടത്? ആ. ആ. ഞാൻ അത് ശരി, ഞാനോ? ആ. ഇല്ല ഇല്ല, ഒരിക്കലും ഞാൻ തരില്ല. വേഗം ഓടി രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. അല്ല, അവനെന്നെ ഫ്രൈ ചെയ്യാൻ നോക്ക, അവനെന്നെ റോസ്റ്റ് ആക്കി തിന്നാൻ നോക്ക. ഓ, പേടിക്കണ്ട, നമുക്ക് ഇവനെ ഇപ്പൊ തന്നെ കൊടുക്കാം. ജന്തർ മന്തർ കാലികൾ അന്തർ ചൂ. നെറ്റിൽ ചെന്ന് കുടുങ്ങി കിടക്ക്. ആ, ആ. മൈര, നീ എന്തിനാണ് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? സോറി ബേബി ഡ്രാഗൺ, എല്ലാം ശരിയായതിനു ശേഷം ഞാൻ നിന്നെ പുറത്തേക്ക് വിട്ടേക്കാം. മുത്തശ്ശ, ഇത് നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ? ഇതിനെ പഴയതുപോലെ മാറ്റുവോ? ബേബി ഡ്രാഗൺ, നീ എന്തിനെങ്ങനെ കരയുന്നത്? നിനക്ക് വിശക്കുന്നുണ്ടോ? കണ്ടില്ലേ, അവൻ കണ്ണുകൾ കൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ മുത്തശ്ശ, ഇവനെ പഴയ പോലെ മാറ്റരുതേ. ബേബി ഡ്രാഗൺ, നീ വിഷമിക്കണ്ട. ഞങ്ങളെല്ലാം ഫ്രീ ആയതിനു ശേഷം നീയും നോർമലായി മാറുന്നതായിരിക്കും. സോറി, കുറച്ചു സമയത്തേക്ക് നീ ഇങ്ങനെ ഇരുന്നേ പറ്റൂ. അവനെ വെറുതെ വിടരുത്. ഇപ്പൊ എന്ത് ചെയ്യും സിംസും? ലൈബ്രറിയൻ കേജിൽ കുടുങ്ങിയിരിക്കുക. മുത്തശ്ശനെയും കൂട്ടുകാരെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അകത്ത് പോയേ പറ്റൂ. അല്ല സർ, ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചത്? രുദ്ര, ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കേജ് മജീഷ്യൻ ലൈബ്രറിയെ കേജ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആരാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാനാണ് ചെയ്തത്. എന്നെ കുറിച്ചുള്ള രഹസ്യം ഈ ലൈബ്രറിക്കകത്തുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെനിക്ക് നശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആരും ലൈബ്രറിനകത്തേക്ക് പോകാൻ പാടില്ല. രുദ്ര എന്നെ കുറിച്ച് അറിയാൻ വേണ്ടി ഇവിടെ എത്താൻ ചാൻസ് ഉണ്ട്, പക്ഷെ അവർക്കകത്തേക്ക് പോകാൻ പറ്റില്ല. നിനക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അലാക സർ. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല രുദ്ര. രുദ്ര, സിംസും നിന്റെ കൂടെ ഉള്ളപ്പോ എന്തിനാ നീ പേടിക്കുന്നത്? വാവ് സിംസും, നല്ല ഐഡിയ ആണല്ലോ.
Ibaiska, Zibaiska, Sakum. Big Pool, Creato. എന്റെ ജയിലിനകത്ത് ഒരു തുരങ്കമോ? ചെല്ല് രുദ്ര, പക്ഷെ ഒരിക്കലും തിരിച്ചു വരാനാകില്ല. എന്റെ ജയിലിനകത്തേക്ക് പോകുന്നത് വളരെ ഈസിയാണ്, പക്ഷെ തിരിച്ചു വരുന്നത് നടക്കാത്ത കാര്യമാണ്. രുദ്രയെ അകത്തിട്ട് പൂട്ട. രുദ്ര, ഇപ്പൊ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആദ്യം അകത്തേക്ക് പോവാം, പിന്നെ പുറത്തേക്ക് പോകാനുള്ള വഴി കണ്ടെത്താം. ഞാൻ നിനക്കൊരു ബുക്ക് തരാം. അതിൽ കേജ് മെഷീനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും ഉണ്ടാകും. ഈ ബുക്കിൽ കേജ് മെഷീനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അല്ല സർ, ഇപ്പൊ ഞാൻ ഇറങ്ങാനുള്ള സമയമായി. പക്ഷെ ഒരു ബുക്കും കൂടി നോക്കാനുണ്ട്. Ibaiska's Tunnel Creator. രുദ്ര, നിന്നെ കുറിച്ച് ഞാൻ കേട്ടതുപോലെ തന്നെ നീ ശരിക്കും ഒരു ധീരൻ തന്നെയാണ്. പക്ഷെ ഇപ്പൊ നീ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേജ് മെജിഷ്യന്റെ കൂടെയാണ്. ഞാൻ ഇവിടെ ജീവിതകാലം നിന്നെ അറസ്റ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞാൻ ഒരിക്കലും സംശയിക്കില്ല. പക്ഷെ എനിക്കൊരു കാര്യം കാണാൻ ആഗ്രഹമുണ്ട്. നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് കാണണം. കേജ് മെജിഷ്യൻ, നീ ഇപ്പൊ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. അതെ, തെറ്റാണ്. പക്ഷെ നിനക്ക് എന്നെ തടഞ്ഞു നിർത്താനാവില്ല. ഞാൻ നിങ്ങളെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും പുറത്തേക്ക് പോകാം, പക്ഷെ വീണ്ടും അകത്തേക്ക് വരാൻ പറ്റില്ല. പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ വേഗം ഇവിടുന്ന് പുറത്തേക്ക് പോകണം. വരും, നമുക്ക് പോവാം. ഞാൻ പുറത്തേക്ക് വരില്ല. നീ ചെല്ല്. എന്റെ ലോകം ഇതാണ്. പക്ഷെ ഞാൻ നിനക്ക് വളരെ വ്യത്യസ്തമായ ബുക്സ് ഒക്കെ തരുന്നതായിരിക്കും. നീ രക്ഷപ്പെടാൻ ഇത് നിന്നെ സഹായിക്കും. താങ്ക് യു അലാസ സർ. രുദ്രയെ ഞാൻ ജയിലിലിട്ട് കഴിഞ്ഞു. പിന്നെ ആരാണ് എന്റെ ജയിലിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇല്ല രുദ്ര, അപ്പൊ അത് വെറും ഇമേജ് മാത്രമായിരുന്നു. പക്ഷെ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല രുദ്ര. രുദ്രയെ ഇങ്ങോട്ട് കൊണ്ടുവാ. Thank you very much. നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലായി
നീ മെജിഷ്യൻ ലൈബ്രറിയിൽ നിന്നും എന്നെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചോ എന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. പക്ഷേ നിന്റെ ഒരു അഭ്യാസം ഇവിടെ വർക്കാകില്ല. കാരണം നിന്റെ മുമ്പിൽ ഇവിടെ വന്ന് നിൽക്കാൻ പോകുന്നത് ദി ഗ്രേറ്റ് കേജ് മജീഷ്യൻ ആയിരിക്കും. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ നിനക്ക് ആരെയും എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനാവില്ല. രുദ്രയുടെ പ്രായത്തെയും അതുപോലെ രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഓ, 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 ആ, ആ, ആ. കൊള്ളാലോ, കേച്ച് നിന്റെ ആൾക്കാരെ തന്നെ പിടിച്ചിരിക്കുകയാണ്. അതെ രുദ്ര, ധൈര്യം കൈവിടരുത്. ക്രിസ്റ്റൽ ബ്രേക്കോ. ഞാൻ ഇനിയും ഡ്രാഗന്റെ മന്ത്രം പറഞ്ഞില്ലല്ലോ. ഡ്രാഗൺ ഡയറക്ഷൻ ഡൈവേർട്ടോ. ഇല്ല, അതെന്റെ ഡ്രാഗനാണ്. അതൊരിക്കലും എന്നെ അറ്റാക്ക് ചെയ്യില്ല. Dragon attack you. Ibaiska boom chick chick boom. കേജ് മജീഷ്യൻ, നിന്റെ കഥ ഇപ്പൊ തീരും. ഡ്രാഗൺ നിന്നെ ഇപ്പൊ കൊന്നോളും. ഞാൻ ഒരിക്കലും തോറ്റു പിന്മാറില്ല. അച്ഛാ, അച്ഛാ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിന്റെ അച്ഛൻ വളരെ ബ്രേവ് ആണ്. അദ്ദേഹം ഒറ്റയ്ക്ക് ഡ്രാഗൺസിന്റെ ഒപ്പം ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും രക്ഷിച്ചിരിക്കുകയാണ്.
എന്റെ അച്ഛൻ ബ്രേവ് ആണ്, എന്റെ അച്ഛൻ സ്ട്രോങ് ആണ്, എന്റെ അച്ഛൻ ഹീറോയാണ്. ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റായി പോയി. രുദ്ര, നീ എന്റെ മകന്റെ മുന്നിൽ വില്ലനാക്കാതെ എന്നെ ഹീറോ ആക്കിയിരിക്കുകയാണ്. മനുഷ്യരുടെ ഓർമ്മയെല്ലാം നഷ്ടപ്പെടട്ടെ. എവിടുന്നാണോ ഇവര് വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകട്ടെ. അല്ല, ഞാനിവിടെ എന്തെടുക്കാ? ഒരുപാട് ജോലി ബാക്കിയുണ്ട്. സർ മജസ്റ്റിക്കോ, നിങ്ങൾ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും നൽകിക്കോളൂ, എനിക്കതിന് സമ്മതമാണ്. ശിക്ഷ നൽകുന്നത് മനുഷ്യൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്വയം ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോ വന്നിരിക്കുന്നത്. ഇനി ശിക്ഷയുടെ ആവശ്യമൊന്നുമില്ല. പോയി സന്തോഷമായിട്ട് ജീവിക്കേ. നിന്റെ മകനെ ഒരു നല്ല മനുഷ്യനാക്കി വളർത്തിയെടുക്ക്. താങ്ക് യു രുദ്ര. താങ്ക് യു സർ മജസ്റ്റിക്കോ. താങ്ക് യു ജയ്സിംഗ്. നമുക്ക് പിന്നെ കാണാം. എങ്കിലും എനിക്ക് വല്ലാതെ വിശക്കുന്നു. തരാം, ഇപ്പൊ കൊണ്ടുവരാം. ചേടാ, നീ വീണ്ടും വന്നോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നമ്മൾ ഫ്രീ ആവുമ്പോ ഇവനും ഫ്രീ ആവുമെന്ന്. വേണമെങ്കിൽ ഇത് കഴിച്ചോളൂ.